ആലപ്പുഴ. ആലപ്പുഴ ജില്ല നിലവിൽ വന്നത് 1957 ഓഗസ്റ്റ് 17-നാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ലയാണ് ആലപ്പുഴ. ആലപ്പുഴ ജില്ലയിലെ വീയപുരം എന്ന സ്ഥലം ഇപ്പോൾ റിസർവ് വനമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്നത് ആലപ്പുഴയാണ്. കിഴക്കിൻ്റെ വെനീസ് എന്ന് ആലപ്പുഴയെ വിശേഷിപ്പിച്ചത് കഴ്സൺ പ്രഭുവാണ്. ഏറ്റവും കുറവ് പട്ടികവർഗക്കാരുള്ള ജില്ലയാണ് ആലപ്പുഴ. ഏറ്റവും കൂടുതൽ കുടിൽ വ്യവസായങ്ങളുള്ള ജില്ലയും ആലപ്പുഴയാണ്. അപ്പോൾ ആലപ്പുഴ ജില്ല നിലവിൽ വന്നത് 1957 ഓഗസ്റ്റ് 17-നാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ലയാണ് ആലപ്പുഴ. ആലപ്പുഴ ജില്ലയിലെ വീയപുരം എന്ന സ്ഥലം ഇപ്പോൾ റിസർവ് വനമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്നത് ആലപ്പുഴയാണ്. കിഴക്കിൻ്റെ വെനീസ് എന്ന് ആലപ്പുഴയെ വിശേഷിപ്പിച്ചത് കഴ്സൺ പ്രഭുവാണ്. ഏറ്റവും കുറവ് പട്ടികവർഗക്കാരുള്ള ജില്ല ആലപ്പുഴയാണ്. ഏറ്റവും കൂടുതൽ കുടിൽ വ്യവസായങ്ങളുള്ള ജില്ലയും ആലപ്പുഴയാണ്. ഏറ്റവും കൂടുതൽ കയർ ഫാക്ടറികളുള്ള ജില്ല ആലപ്പുഴയാണ്. അന്തർദേശീയ കയർ മ്യൂസിയം കലവൂരാണ്. കുടുംബശ്രീ പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയ ആദ്യ ജില്ലയാണ് ആലപ്പുഴ. വർഷം 1991 ഏപ്രിൽ 1-നാണ്. പ്രാചീന ബുദ്ധമത കേന്ദ്രമായ ശ്രീമൂലവാസം ആലപ്പുഴ ജില്ലയിലാണ്. ക്രിസ്തുമത തീർത്ഥാടന കേന്ദ്രമായ ആർത്തുങ്കൽ പള്ളി, എടത്വ പള്ളി എന്നിവ ആലപ്പുഴ ജില്ലയിലാണ്. ദക്ഷിണ ഗുരുവായൂർ എന്നറിയപ്പെടുന്ന അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ക്ഷേത്രം ആലപ്പുഴ ജില്ലയിലാണ്. കേരളത്തിൻ്റെ ക്ഷേത്ര നഗരം, മയൂര സന്ദേശത്തിൻ്റെ നാട് എന്നൊക്കെ അറിയപ്പെടുന്നത് ഹരിപ്പാടാണ്. ഇത് ആലപ്പുഴയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ കയർ ഫാക്ടറികളുള്ള ജില്ല ആലപ്പുഴ. അന്തർദേശീയ കയർ മ്യൂസിയം കലവൂരാണ്. കുടുംബശ്രീ പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പാക്കിയ ആദ്യ ജില്ല ആലപ്പുഴയാണ്. വർഷം 1991 ഏപ്രിൽ 1-നാണ്. അതുപോലെ പ്രാചീന ബുദ്ധമത കേന്ദ്രമായ ശ്രീമൂലവാസം ആലപ്പുഴ ജില്ലയിലാണ്. ക്രിസ്തുമത തീർത്ഥാടന കേന്ദ്രമായ ആർത്തുങ്കൽ പള്ളി, എടത്വ പള്ളി എന്നിവ ആലപ്പുഴ ജില്ലയിലാണ്. ദക്ഷിണ ഗുരുവായൂർ എന്നറിയപ്പെടുന്ന അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ക്ഷേത്രം ആലപ്പുഴ ജില്ലയിലാണ്. കേരളത്തിലെ ക്ഷേത്ര നഗരം, മയൂര സന്ദേശത്തിൻ്റെ നാട് ഇങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് ഹരിപ്പാടാണ്. ഈ ഹരിപ്പാട് ആലപ്പുഴ ജില്ലയിലാണ്. കേരളത്തിലെ പഴനി എന്നറിയപ്പെടുന്നത് ഹരിപ്പാട് സുബ്രഹ്മണ്യ ക്ഷേത്രമാണ്. ചെമ്പകശ്ശേരി രാജവംശത്തിൻ്റെ ആസ്ഥാനം അമ്പലപ്പുഴയാണ്. കുഞ്ചൻ നമ്പ്യാർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് അമ്പലപ്പുഴയാണ്. കുഞ്ചൻ നമ്പ്യാർ ആദ്യമായി ഓട്ടൻതുള്ളൽ അവതരിപ്പിച്ചത് അമ്പലപ്പുഴ പാർത്ഥസാരഥി ക്ഷേത്രത്തിലാണ്. കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത ആദ്യത്തെ ഗ്രന്ഥശാലയാണ് PK മെമ്മോറിയൽ ഗ്രന്ഥശാല. ഇത് അമ്പലപ്പുഴയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ കാർട്ടൂൺ മ്യൂസിയം കായംകുളമാണ്. കരുമാടിക്കുട്ടൻ എന്ന ബുദ്ധ വിഗ്രഹം കണ്ടെത്തിയത് ആലപ്പുഴ ജില്ലയിലാണ്. അപ്പോൾ കേരളത്തിലെ പഴനി എന്നറിയപ്പെടുന്നത് സുബ്രഹ്മണ്യ ക്ഷേത്രമാണ്. ചെമ്പകശ്ശേരി രാജവംശത്തിൻ്റെ ആസ്ഥാനം അമ്പലപ്പുഴയാണ്. കുഞ്ചൻ നമ്പ്യാർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് അമ്പലപ്പുഴയാണ്. കുഞ്ചൻ നമ്പ്യാർ ആദ്യമായി ഓട്ടൻതുള്ളൽ അവതരിപ്പിച്ചത് അമ്പലപ്പുഴ പാർത്ഥസാരഥി ക്ഷേത്രത്തിലാണ്. കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത ആദ്യത്തെ ഗ്രന്ഥശാല PK മെമ്മോറിയൽ ഗ്രന്ഥശാല അമ്പലപ്പുഴയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ കാർട്ടൂൺ മ്യൂസിയം കായംകുളമാണ്. കരുമാടിക്കുട്ടൻ എന്ന ബുദ്ധ വിഗ്രഹം കണ്ടെത്തിയത് ആലപ്പുഴ ജില്ലയിലാണ്. പശ്ചിമ തീരത്തെ ആദ്യ ദീപസ്തംഭം സ്ഥാപിച്ചത് ആലപ്പുഴ ജില്ലയിലാണ്. അതിൻ്റെ ശില്പി സുക്രാഫോർഡാണ്. വർഷം 1862. കേരളത്തിലെ ഏറ്റവും വലിയ കായലാണ് വേമ്പനാട്ട് കായൽ. പാതിരാമണൽ ദ്വീപ്, തണ്ണീർമുക്കം ബണ്ട് എന്നിവ വേമ്പനാട്ട് കായലിലാണ്. അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ കായലാണ് വേമ്പനാട്ട് കായൽ. ഈ വേമ്പനാട്ട് കായലിലാണ് പാതിരാമണൽ ദ്വീപും തണ്ണീർമുക്കം ബണ്ടും. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായലാണ് പുന്നമട കായൽ. മഹാകവി കുമാരനാശാൻ ബോട്ടപകടത്തിൽ മരിച്ച കുമാരകോടി എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയിലാണ്. വർഷം 1924. അപ്പോൾ പശ്ചിമ തീരത്തെ ആദ്യ ദീപസ്തംഭം സ്ഥാപിച്ചത് ആലപ്പുഴ ജില്ലയിലാണ്. ഇതിൻ്റെ ശില്പി സുക്രാഫോർഡാണ്. വർഷം 1862. കേരളത്തിലെ ഏറ്റവും വലിയ കായലാണ് വേമ്പനാട്ട് കായൽ. പാതിരാമണൽ ദ്വീപ്, തണ്ണീർമുക്കം ബണ്ട് എന്നിവ വേമ്പനാട്ട് കായലിലാണ്. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായലാണ് പുന്നമട കായൽ. മഹാകവി കുമാരനാശാൻ ബോട്ടപകടത്തിൽ മരിച്ച കുമാരകോടി എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയിലാണ്. വർഷം 1924. സമുദ്രനിരപ്പിൽ നിന്നും ഏറ്റവും താഴ്ന്ന പ്രദേശമായ കുട്ടനാട് ഏകദേശം 1.5 മീറ്റർ താഴ്ചയുണ്ട്. അപ്പോൾ ഈ കുട്ടനാട് എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയിലാണ്. പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്നത് കുട്ടനാടാണ്. കേരളത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്ന സ്ഥലമാണ് കുട്ടനാട്. രാജ്യാന്തര കർഷക പൈതൃക ഗ്രാമമായി ലോക ഭക്ഷ്യ കാർഷിക സംഘടന അതായത് FAO അംഗീകരിച്ച ഗ്രാമമാണ് കുട്ടനാട്. തകഴി മ്യൂസിയം ആലപ്പുഴയിലാണ്. കുട്ടനാടിൻ്റെ കഥാകാരൻ അല്ലെങ്കിൽ ഇതിഹാസകാരൻ എന്നൊക്കെ അറിയപ്പെടുന്നത് തകഴി ശിവശങ്കരപിള്ളയാണ്.
കേരളത്തിലെ ആദ്യ കയർ ഫാക്ടറിയാണ് ഡാറാസ് മിൽ. അത് സ്ഥാപിച്ചത് 1859 ജെയിംസ് ഡാറയാണ് അത് സ്ഥാപിച്ചത്. കേരളത്തിലെ ആദ്യ പോസ്റ്റ് ഓഫീസ് ആലപ്പുഴയിലാണ്. 1857 അത് സ്ഥാപിച്ചത്. അപ്പോൾ സമുദ്രനിരപ്പിൽ നിന്നും ഏറ്റവും താഴ്ന്ന പ്രദേശമായ കുട്ടനാട് ആലപ്പുഴയിലാണ്. അതിന് ഏകദേശം 1.5 മീറ്ററോളം താഴ്ച വരുന്നുണ്ട്. പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്നത് കുട്ടനാടാണ്. കേരളത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്ന സ്ഥലമാണ് കുട്ടനാട്. രാജ്യാന്തര കാർഷിക പൈതൃക ഗ്രാമമായി ലോക ഭക്ഷ്യ കാർഷിക സംഘടന അംഗീകരിച്ച ഗ്രാമമാണ് കുട്ടനാട്. തകഴി മ്യൂസിയം ആലപ്പുഴയിലാണ്. കുട്ടനാടിൻ്റെ കഥാകാരൻ അല്ലെങ്കിൽ ഇതിഹാസകാരൻ എന്നൊക്കെ അറിയപ്പെടുന്നത് തകഴി ശിവശങ്കരപിള്ളയാണ്. കേരളത്തിലെ ആദ്യ കയർ ഫാക്ടറി ഡാറാസ് മിൽ 1859 ജെയിംസ് ഡാറ സ്ഥാപിച്ചു. കേരളത്തിലെ ആദ്യ പോസ്റ്റ് ഓഫീസ് ആലപ്പുഴയിലാണ്. 1857 അത് സ്ഥാപിച്ചത്. കായംകുളത്തിൻ്റെ പഴയ പേരാണ് ഓടനാട്. കേരളത്തിലെ ആദ്യ സിനിമാ നിർമ്മാണശാലയായ ഉദയ സ്റ്റുഡിയോ സ്ഥാപിക്കപ്പെട്ടത് ആലപ്പുഴയിലാണ്. ആലപ്പുഴ പട്ടണം സ്ഥാപിച്ചത് രാജ കേശവദാസാണ്. വർഷം 1785. കായംകുളം താപനിലയത്തിൻ്റെ യഥാർത്ഥ നാമം രാജീവ് ഗാന്ധി കമ്പൈൻഡ് സൈക്കിൾ പവർ പ്രൊജക്റ്റ് എന്നാണ്. കായംകുളം താപനിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനമാണ് നാഫ്ത. കേരളത്തിൽ സാക്ഷരത ഏറ്റവും കൂടിയ ഗ്രാമപഞ്ചായത്താണ് നെടുമുടി. കയർ ഗ്രാമം എന്നറിയപ്പെടുന്നത് വയലാറാണ്. അപ്പം കായംകുളത്തിൻ്റെ പഴയ പേരാണ് ഓടനാട്. കേരളത്തിലെ ആദ്യ സിനിമാ നിർമ്മാണശാലയായ ഉദയ സ്റ്റുഡിയോ സ്ഥാപിച്ചത് ആലപ്പുഴയിലാണ്. ആലപ്പുഴ പട്ടണം സ്ഥാപിച്ചത് രാജ കേശവദാസാണ്. വർഷം 1785. കായംകുളം താപനിലയത്തിൻ്റെ യഥാർത്ഥ നാമം രാജീവ് ഗാന്ധി കമ്പൈൻഡ് സൈക്കിൾ പവർ പ്രൊജക്റ്റ് എന്നാണ്. കായംകുളം താപനിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനമാണ് നാഫ്ത. കേരളത്തിലെ സാക്ഷരത ഏറ്റവും കൂടിയ ഗ്രാമപഞ്ചായത്താണ് നെടുമുടി. കയർ ഗ്രാമം എന്നറിയപ്പെടുന്നത് വയലാറാണ്. സംസ്ഥാനത്തെ ആദ്യ സീ ഫുഡ് പാർക്കാണ് അരൂർ. ശങ്കർ സ്മാരക ദേശീയ കാർട്ടൂൺ മ്യൂസിയം കായംകുളത്താണ്. രാജ രവിവർമ്മ കോളേജ് ഓഫ് ഫൈൻ ആർട്സ് മാവേലിക്കരയാണ്. കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ചുവർ ചിത്രമാണ് ഗജേന്ദ്രമോക്ഷം. ഇത് കൃഷ്ണപുരം കൊട്ടാരത്തിലാണ്. കൃഷ്ണപുരം കൊട്ടാരം പണി കഴിപ്പിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. ആലപ്പുഴ ജില്ലയിലെ പ്രസിദ്ധമായ നാഗരാജ ക്ഷേത്രമാണ് മണ്ണാറശാല. പുറക്കാട് കറപ്പുറം ആലപ്പുഴ ജില്ലയിലാണ്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ വള്ളമാണ് ആലപ്പുഴയിലെ നടുഭാഗം ചുണ്ടൻ. അതിൻ്റെ നീളം ഏകദേശം 41.1 മീറ്റർ വരും. ഇപ്പോൾ സംസ്ഥാനത്തെ ആദ്യ സീ ഫുഡ് പാർക്കാണ് അരൂര്. ശങ്കർ സ്മാരക ദേശീയ കാർട്ടൂൺ മ്യൂസിയം കായംകുളത്താണ്. രാജ രവിവർമ്മ കോളേജ് ഓഫ് ഫൈൻ ആർട്സ് മാവേലിക്കരയാണ്. കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ചുവർ ചിത്രമാണ് ഗജേന്ദ്രമോക്ഷം. അത് കൃഷ്ണപുരം കൊട്ടാരത്തിലാണ്. കൃഷ്ണപുരം കൊട്ടാരം പണി കഴിപ്പിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. ആലപ്പുഴ ജില്ലയിലെ പ്രസിദ്ധമായ നാഗരാജ ക്ഷേത്രമാണ് മണ്ണാറശാല. പുറക്കാട് കടപ്പുറം ആലപ്പുഴ ജില്ലയിലാണ്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ വള്ളമാണ് ആലപ്പുഴയിലെ നടുഭാഗം ചുണ്ടൻ. 41.1 മീറ്റർ നീളം വരും. ചാകരയ്ക്ക് പ്രസിദ്ധമായ ആലപ്പുഴയിലെ കടൽ തീരങ്ങളാണ് പുറക്കാട്, തൃക്കുന്നപ്പുഴ, തുമ്പോളി. വഞ്ചിപ്പാട്ട് എന്ന സാഹിത്യശാഖ ഉടലെടുത്തത് ആലപ്പുഴയിലാണ്. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള കേരളത്തിലെ താലൂക്കാണ് ചേർത്തല. ചേർത്തലയുടെ പഴയ പേരാണ് കരപ്പുറം. പാക്കനാർ കളി കാണപ്പെടുന്ന ജില്ലയാണ് ആലപ്പുഴ. കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന വള്ളംകളിയാണ് പായിപ്പാട് വള്ളംകളി. പ്രാചീന കാലത്തെ കപ്പലിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ആലപ്പുഴയിലെ സ്ഥലമാണ് തൈക്കൽ. അപ്പോൾ ചാകരയ്ക്ക് പ്രസിദ്ധമായ ആലപ്പുഴയിലെ കടൽ തീരങ്ങളാണ് പുറക്കാട്, തൃക്കുന്നപ്പുഴ, തുമ്പോളി. വഞ്ചിപ്പാട്ട് എന്ന സാഹിത്യശാഖ ഉടലെടുത്തത് ആലപ്പുഴയിലാണ്. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള കേരളത്തിലെ താലൂക്കാണ് ചേർത്തല. ചേർത്തലയുടെ പഴയ പേരാണ് കരപ്പുറം. പാക്കനാർ കളി കാണപ്പെടുന്ന ജില്ലയാണ് ആലപ്പുഴ. കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന വള്ളംകളിയാണ് പായിപ്പാട്. പ്രാചീന കാലത്തെ കപ്പലിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ആലപ്പുഴയിലെ സ്ഥലമാണ് തൈക്കൽ. താങ്ക് യു.